عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أساي رباه عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أساي وأشتكي طي صدري. അസ്സലാമു അലൈക്കും. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഈവനിങ് റൂട്ടീനാണ് കാണിക്കുന്നത്. ഈവനിങ് ടു നൈറ്റ് വരെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇന്ന് എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു ട്രെൻഡിയോളിൽ നിന്ന്. അത് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞാൻ കുറേ നാളായിട്ട് വാങ്ങണം എന്നാഗ്രഹിക്കുന്നൊരു കുക്ക് വെയർ സെറ്റാണിത്. നമ്മളിങ്ങനെ ഓരോ വ്ളോഗേഴ്സൊക്കെ ട്രെൻഡിയോളിൽ നിന്ന് പ്രൊഡക്റ്റൊക്കെ വാങ്ങിയിട്ട് റിവ്യൂ ചെയ്യുന്ന വീഡിയോസൊക്കെ കാണുമ്പോൾ നല്ല നല്ല കുക്ക് വെയർ സെറ്റും മറ്റുള്ള പാത്രങ്ങളും ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ വാങ്ങണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ ഞാനിവിടുന്ന് അങ്ങനെ ഒന്നും ഓൺലൈനായിട്ടൊന്നും വാങ്ങാറുണ്ടായിരുന്നില്ല. എനിക്കൊരു ചെറിയൊരു പേടിയായിരുന്നു, എന്തെങ്കിലും ക്വാളിറ്റി ഇഷ്യൂ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റിട്ടേൺ ചെയ്താൽ നമ്മളെ ക്യാഷ് തിരിച്ച് കിട്ടുമോ, അങ്ങനെയുള്ള കുറച്ച് കൺഫ്യൂഷനൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ട്രെൻഡിയോളിൽ നല്ല ഓഫർ റേറ്റിന് എനിക്ക് കുക്ക് വെയർ സെറ്റ് കിട്ടിയത്. പിന്നെ ഞാനിപ്പോൾ കാണിക്കുന്നത് പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, ഞാൻ എൻ്റെ ജെന്യുവനായിട്ടുള്ള റിവ്യൂ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ഓഫർ റേറ്റിന് കിട്ടിയപ്പോൾ വാങ്ങിയതാണ്. ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല കുക്ക് വെയർ സെറ്റാണ്. അങ്ങനെ അത് ഓപ്പൺ ചെയ്യലൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ചായ കുടിച്ചു. ഇന്ന് ഞാൻ പഴംപൊരിയാണ് ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതാ മഗ്‌രിബിൻ്റെ ടൈം ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ 5:30 ഒക്കെ ആകുമ്പോഴേക്കും മഗ്‌രിബ് ബാങ്ക് കൊടുക്കും. ഇനി നിസ്കാരം, ഖുർആനോദലും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ടൈമാണ്. മഗ്‌രിബിൻ്റെയും ഇശാഇൻ്റെയും ഇടയിലുള്ള സമയം നമ്മൾ വെറുതെ പാഴാക്കി കളയാൻ പാടില്ല. ആ ഒരു സമയത്ത് നമ്മൾ ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക. നമ്മൾക്കിനിപ്പോൾ കൂടുതൽ ടൈമൊന്നും ഇല്ലെങ്കിൽ ചുരുങ്ങിയതൊരു 2 പേജെങ്കിലും ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക. മഗ്‌രിബിന് ശേഷം സൂറത്ത് വാക്കിയ ഓതുക. സൂറത്ത് വാക്കിയ ഓതുന്ന വീടുകളിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അതുപോലെ എല്ലാ ദിവസം ഖുർആൻ ഓതുന്ന വീടുകളിൽ ബർക്കത്ത് ഉണ്ടാവും എന്നാണ് മഹാന്മാരൊക്കെ പറയുന്നത്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് നമ്മളെ ജീവിതത്തിലും നമ്മളെ വീട്ടിലും നമ്മളെ ജോലിയിലും ഒക്കെ ബർക്കത്ത് ഉണ്ടാവണം എന്നുള്ളത്. അതിനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഖുർആൻ ഓതുക എന്നുള്ളത്. രണ്ടാമത്തത് സുബ്ഹ് നിസ്കാരം നിർബന്ധമായിട്ടും കറക്റ്റ് ടൈമിൽ തന്നെ നിസ്കരിക്കുക. ആ ഒരു സമയത്ത് നമ്മൾ ഉറങ്ങിപ്പോയിട്ട് ആ നിസ്കാരം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഖളാ ആക്കുകയോ ചെയ്യാതിരിക്കുക. മൂന്നാമത്തത് സ്വതക്ക ചെയ്യുക. നമ്മളെ വരുമാനത്തിനനുസരിച്ചിട്ട് ഇപ്പോൾ ദിവസം നമ്മൾ ഒരു രൂപ ആയാലും 10 രൂപ ആയാലും നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ സ്വതക്ക ചെയ്യാനായിട്ട് ക്യാഷ് മാറ്റി വെക്കുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അള്ളാഹു ബർക്കത്ത് തരും. നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ അള്ളാഹു നമുക്ക് തരും. നാലാമത്തെ ഒരു കാര്യം, നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളിലും അള്ളാഹുവിനോട് നന്ദി പറയുക, ശുക്ർ ചെയ്യുക. അങ്ങനെ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ നന്ദി പറയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അള്ളാഹു നമുക്ക് വീണ്ടും വീണ്ടും അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. അഞ്ചാമത്തെ ഒരു കാര്യം, നമ്മളെ വീട്ടിൽ ബർക്കത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മളെ വീടെപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കുക. അള്ളാഹു ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ് വൃത്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളെ വീടിപ്പോൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഉള്ളത് നമ്മൾ നല്ല വൃത്തിയിൽ സൂക്ഷിക്കുക. വൃത്തിയുള്ള വീടുകളിലാണ് മലക്കുകൾ പ്രവേശിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിന് നമ്മൾ നല്ല ഇമ്പോർട്ടൻസ് തന്നെ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ 5 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മളെ വീട്ടിലും നമ്മളെ ലൈഫിലും നമ്മളെ ജോലിയിലും സമയത്തിലും ഒക്കെ അള്ളാഹു നമുക്ക് ബർക്കത്ത് തരും ഇൻഷാ അല്ലാഹ്. ബർക്കത്തുണ്ടെങ്കിലേ നമ്മളെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോവുള്ളൂ. എപ്പോഴും അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക, നമ്മളെ ജീവിതത്തിൽ ബർക്കത്ത് നൽകണേന്ന്. ഇനി നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം. അങ്ങനെ മഗ്‌രിബ് ഇശ നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് നേരം മോനെ പഠിപ്പിച്ചു കൊടുക്കാൻ ഉണ്ടായിരുന്നു.
അവർക്ക് കുറച്ച് നോട്ട്സ് എഴുതാനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തൊരു ജോലി ഡ്രസ്സൊക്കെ ഒന്ന് മടക്കി വെക്കാനുണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല ജലദോഷവും പനിയും ഒക്കെ ആണെന്നുള്ളത്. ഇപ്പോഴത് മാറിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇത്രയും ദിവസം വയ്യാത്തത് കൊണ്ട് തന്നെ ഞാൻ കുറേ ഡ്രസ്സൊന്നും മടക്കി വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാം കൂടിയിട്ടിപ്പോൾ കുറേ ആയിട്ടുണ്ട് മടക്കി വെക്കാൻ. അതെല്ലാമായിരുന്നു മടക്കി വെച്ചു. കറക്റ്റ് ഒരു റൂട്ടീൻ ഫോളോ ചെയ്തു പോകുമ്പോൾ ജോലികളൊന്നും അങ്ങനെ ഭാരമായിട്ട് തോന്നാറില്ല. അതിൻ്റെ ഇടക്ക് ഇതുപോലൊരു വയ്യായ്കൊക്കെ വന്നാലും വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് പെൻഡിങ് ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാം ഓവർലോഡായിട്ട് വരും. അപ്പോൾ പിന്നെ ഒരു മടുപ്പാണ്. പക്ഷേ മടുപ്പാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ചെയ്യേണ്ട ജോലികൾ ചെയ്യാതിരിക്കാനും പറ്റില്ലല്ലോ. ഇനി അടുത്തത് ഡിന്നർ പ്രിപ്പറേഷൻസാണ്. ഇന്നിപ്പോൾ ഞാൻ ചില്ലി ചിക്കൻ എന്ന് പറയാൻ പറ്റില്ല, അതുപോലത്തെ ഒരു ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചില്ലി ചിക്കൻ്റെ സെയിം ടേസ്റ്റൊക്കെ തന്നെയാണ്. പക്ഷേ ചില്ലി ചിക്കനിൽ നോർമലി ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് തന്നെ ഒരു തട്ടിക്കൂട്ട് ചില്ലി ചിക്കനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആദ്യം ചിക്കനിലേക്ക് ഈ സ്ക്രീനിൽ കാണുന്ന ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്തിട്ട് കുറച്ച് ടൈം മാറ്റി വെക്കാം. എന്നിട്ടത് ഫ്രൈ ചെയ്യണം. അപ്പോഴേക്ക് നമുക്ക് ഇതിനുള്ള ഗ്രേവി റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ നേരത്തെ നമുക്ക് കിട്ടിയ ആ ഒരു കുക്ക് വെയർ സെറ്റ് ഉണ്ടല്ലോ, അതിലത്തെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഉദ്ഘാടനമാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. പുതിയ പാത്രത്തിൽ കുക്ക് ചെയ്യാം എന്നതുകൊണ്ട് തന്നെ ഞാൻ നല്ല ഹാപ്പി ആയിട്ടാണ് ഈ ഒരു ഗ്രേവി ഉണ്ടാക്കുന്നത്. ഇനി കുറച്ച് ദിവസം എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ഈ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: ഒരു മീഡിയം സൈസിലുള്ള സവാള, ഒരു പകുതി ക്യാപ്സിക്കം, 4 വെളുത്തുള്ളി, ഇത്രയും കട്ട് ചെയ്തിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ വഴറ്റിയെടുക്കുക. എന്നിട്ട് 1 ടേബിൾ സ്പൂണോളം ചതച്ച വറ്റൽമുളക് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും 1 ചെറുനാരങ്ങയുടെ പകുതി നീരും ലേശം പഞ്ചസാര, പിന്നെ ഉപ്പ് ചേർക്കണം, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. എന്നിട്ടെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. ഇനി ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിലേക്ക് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ആ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് കുറുകി വരുമ്പോൾ 1 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മളെ ഗ്രേവി റെഡിയായി. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് വേപ്പില, പച്ചമുളക്, മല്ലിച്ചപ്പ് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഗ്രേവി. വളരെ സിമ്പിളാണ്, സൂപ്പർ ടേസ്റ്റുമാണ്. ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ കയ്യിൽ സോയ സോസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനത് ചേർത്തിട്ടില്ല. അതുകൊണ്ടാണ് ഇതൊരു തട്ടിക്കൂട്ട് ചില്ലി ചിക്കനാണെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ ടേസ്റ്റിന് യാതൊരു കുറവുമില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചു. പിന്നെ എനിക്ക് നാളത്തേക്ക് കുറച്ച് ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കാനുണ്ടായിരുന്നു. അതും ഉണ്ടാക്കി വെച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും നടക്കുമ്പോൾ മോന് സൈക്കിൾ ചവിട്ടും. അപ്പോൾ അവനും ഹാപ്പി, ഞങ്ങളും ഹാപ്പി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഈവനിങ് റൂട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാനിനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.